നമുക്കിങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓർഡർ 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. സോ ഓർഡർ പറഞ്ഞാൽ 3x3 മെട്രിക്സ് ആണ്. ഇനി ചോദിച്ചിരിക്കുന്നത് a² - 5a + 6i എന്തായിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് a² കാണാം, പിന്നെ 5a കാണാം, പിന്നെ 6i കാണാം. പിന്നെ അതും കൂടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ a² കാണാം. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മെട്രിക്സുകൾ തമ്മിലാണ്, സാധാരണ നമ്പേഴ്സ് അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തവണ a എന്ന മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളത് നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റത്തെ റോ സെലക്ട് ചെയ്യുക. സെക്കൻഡത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റത്തെ കോളം സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണം ആദ്യത്തെ എലമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റും ഇതിലത്തെ ഫസ്റ്റ് എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും, 2 × 2. അടുത്തത് സെക്കൻഡ് എലമെൻറ്റും ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്തു, 0 × 2. അടുത്തത് തേർഡ് എലമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്തു, 1 × 1. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിലെ ഫസ്റ്റ് നമ്പർ ഇതെല്ലാം കൂടെ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നതാണ് നമ്മൾ എഴുതാൻ പോകുന്ന പുതിയ മെട്രിക്സിലെ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ കോളം ഒഴിവാക്കുക. ഈ കോളം അല്ല, ഇനി അടുത്ത് എടുക്കുക. റോ ഇത് തന്നെ മതി. അടുത്ത് നമ്മൾ ഈ കോളം ചൂസ് ചെയ്യുക. ഇതേ പരിപാടി റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, എന്തായിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 2, ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 0. ഇനി ഇതല്ല കേട്ടോ, 2ഉം 0ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, 2 × 0. അടുത്തത് 0ഉം 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 0ഉം ഇവിടുത്തെ 1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 0 × 1. അടുത്ത് തേർഡ് എലമെൻറ്റ് 1ഉം -1ഉം മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇനി ഒരു കോളം കൂടെ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ ആ കോളം നമ്മൾ ഈ കോളം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതേ പരിപാടി ഫസ്റ്റ് എലമെൻറ്റ് 2 × 1. അടുത്ത സെക്കൻഡ് എലമെൻറ്റ് 0 × 3. അടുത്ത തേർഡ് എലമെൻറ്റ് 1 × 0. എല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് പുതിയ മെട്രിക്സിൻ്റെ ഒരു റോ കിട്ടും. ഇതെല്ലാം കൂടെ ചെയ്താൽ ഇതൊരു എലമെൻറ്റ്, ഇതടുത്തത് എല്ലാം കൂടെ മിക്സ് ആവരുത്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്താ ചെയ്തത്, ഈ ഒരു റോ കൊണ്ടാണ് ഇത്രയും ചെയ്തത്. അപ്പോൾ നമ്മളിനി അടുത്ത റോ എടുത്തിട്ട് ഇതേ പരിപാടി റിപ്പീറ്റ് ചെയ്യുക. ആദ്യം ഈ റോ കൊണ്ട് ഈ കോളത്തിൻ്റെ അടുത്തേക്ക് പോവുക, സെയിം. അടുത്തത് ഈ റോ കൊണ്ട് ഈ കോളത്തിൻ്റെ അടുത്തേക്ക് പോവുക. അടുത്തത് ഈ റോ കൊണ്ട് ഈ കോളത്തിൻ്റെ അടുത്തേക്ക് പോവുക. ഞാൻ ചെയ്തിട്ട് ഇവിടെ എഴുതാം. അത് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കും. ഞാനപ്പോൾ 3ഉം ചെയ്തിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ തന്നെ വരുന്നുണ്ടോ നോക്കിക്കോ. ഇനി ആ റോ വെച്ചിട്ടുള്ളതും കഴിഞ്ഞു. അടുത്ത എന്തായിരിക്കും, അടുത്തത് തേർഡ് റോ എടുക്കുക. ഇതേ പരിപാടി ആദ്യം എന്ത് ചെയ്യുക, ഇതേ ഈ കോളത്തിൻ്റെ അടുത്തേക്ക് പോവുക. പിന്നെ രണ്ടാമത്തെ കോളം എടുക്കുക. ലാസ്റ്റ് മൂന്നാമത്തെ കോളം എടുക്കുക. അത് വെച്ചിട്ട് എഴുതി നോക്കാം. അപ്പോൾ അതും എഴുതി ശ്രദ്ധിക്കുക. ഒരു റോയും ഒരു കോളം എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ കിട്ടുക. ഓക്കെ, ഇനി അതെല്ലാം ആഡ് ചെയ്ത് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ആഡ് ചെയ്ത് എഴുതുമ്പോൾ ഓരോന്ന് എന്താ വരിക നോക്കാം. 2 × 2 4 + 0 × 2. ഇത് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്തായാലും ഞാൻ ഓരോന്നും ചെയ്തിട്ട് ഇവിടെ എഴുതാം. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം എല്ലാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഈ രൂപത്തിൽ എഴുതി, പിന്നെ ആ അഡീഷൻ കൂടെ ചെയ്തിട്ട് ഫൈനൽ ആൻസർ ഇങ്ങനെ വന്നത്. നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തിട്ട് ഫൈനൽ ആൻസർ ഡയറക്റ്റായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ മിസ്റ്റേക്കൊന്നും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രദ്ധിക്കുക, ഒരു നമ്പർ ഇതിൽ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫൈനൽ ആൻസറിൽ ചേഞ്ച് വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ 3 a² കിട്ടി. ഇനി 5aയും 6iയും സിമ്പിളാണ്, ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ a എന്ന മെട്രിക്സ് ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. 5a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കൊണ്ട്
മെട്രിക്സിനകത്തുള്ള എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓരോന്നായിട്ട് എടുത്തിട്ട് 5 ഇൻറ്റു 2, 5 ഇൻറ്റു 0, 5 ഇൻറ്റു 1, 5 ഇൻറ്റു 2 അഗെയിൻ, 5 ഇൻറ്റു 1, 5 ഇൻറ്റു 3, 5 ഇൻറ്റു 1, 5 ഇൻറ്റു -1, 5 ഇൻറ്റു 0. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ 5A ഇങ്ങനെ കിട്ടും. ഞാനത് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. 5Aയും കിട്ടി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആളുമായി. ഇനി 6i കൂടെ വേണം. 6i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം i എന്താണെന്ന് അറിയണം. i എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. പക്ഷേ ഏത് ഐഡൻറ്റിറ്റി മെട്രിക്സ് കുറേ എണ്ണം ഉണ്ട്. ഇതൊക്കെ ഐഡൻറ്റിറ്റി മെട്രിക്സുകളാണ്. ഇതും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ഇതും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ഇതും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 1/1 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇത് 2/2, ഇത് 3/3. കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 3 റോ 3 കോളം ഉള്ളത്. അതിൽ 1ഉം 0 മാത്രമേ ഉണ്ടാവുള്ളൂ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണൽ ആയിട്ടുള്ള അവിടെ മാത്രമേ 1 ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം 0 ആയിരിക്കും. ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതിൽ ഏത് ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്ക് ഇവിടെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഓർഡർ എന്താണോ, ഇവിടെ 3/3 അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഐഡൻറ്റിറ്റി മെട്രിക്സും ഈ 3/3 മെട്രിക്സ് ആണ്. ശരി, അപ്പോൾ നമുക്ക് ആ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് എടുക്കാം. എന്നിട്ട് 6i ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, 6 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് ചെയ്യാം. 5 ഇൻറ്റു A ചെയ്ത പോലെ 6i എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ഞാൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് എഴുതി വെച്ചിട്ടുണ്ട്. എളുപ്പമാണ് എഴുതാൻ. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് 6i എഴുതാം. ആ 1 ഉള്ളിടത്തൊക്കെ 6 കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, 6 0 0 0 6 0 0 0 6 6iയും ആയി. എല്ലാവരും ആയല്ലോ, ഇതിലേക്ക് വേണ്ട എല്ലാവരും ആയി. ഇനിയിപ്പോൾ A² - 5A + 6i ചെയ്താൽ മാത്രം മതി. അപ്പോൾ A² - 5A + 6i = നമ്മൾ A² ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് എഴുതി വെച്ചു. അടുത്തത് 5A, അതെ 5A നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് എഴുതി വെച്ചു. 6i തൊട്ട് മുന്നിൽ ചെയ്തു, അതും എടുത്ത് എഴുതി വെച്ചു. ശ്രദ്ധിക്കുക, അതിൻ്റെ ഇടയിലുള്ള ചിഹ്നങ്ങൾ മാറിപ്പോരുത്. മൈനസ് ആണ് ആദ്യം. A² - 5A + 6i, ഇവിടെ +1. ഓക്കെ, ഇനി ഒന്നുമില്ല, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. അതോടെയും നല്ലോണം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ മെട്രിക്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാൻ എളുപ്പമാണ്. ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു, മൈനസ്, ഇവിടെ ഈക്വൽ ടു ആയി മാറും അല്ലേ. ഇവിടത്തെയും ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു, പിന്നെ പ്ലസ്, ഇവിടത്തെയും ഫസ്റ്റ് എലമെൻറ്റ് എടുത്തു. ഇവരെ വേണം ചെയ്യാം. അപ്പോൾ എന്ത് വരും, 5 - 10 + 6. അടുത്തത് സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക, -1. ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക, 0. ഇവിടുത്തെ സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും, -1 - 0 + 0. അടുത്ത തേർഡ് എലമെൻറ്റ് എടുക്കുക, ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് എടുക്കുക, ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 - 1 2 - 5 + 0. ഇതാണ് പരിപാടി. അടുത്ത് എന്ത് ചെയ്യണം, ഇവിടുത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക, ഇവിടെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക, ഇവിടുത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക. ശ്രദ്ധിക്കുക, ഈ ചിഹ്നങ്ങൾ മാറിപ്പോകാൻ നോക്കുക. ഓക്കെ, അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നും എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രം പറയാനുണ്ട്. ഇതിൽ ഇവിടെ ഈ പ്ലസ് നിങ്ങൾ എഴുതുമ്പോൾ ഇവിടെ ഈ +5 വന്ന് പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും. കാരണം -1 -5 + 0 ആണ്. അപ്പോൾ -5 ഉണ്ട്, +5 ആവും. പറഞ്ഞല്ലോ, ഇതിൽ എവിടെയെങ്കിലും ഒരു നമ്പർ തെറ്റിയാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ മിസ്റ്റേക്ക് വരും. നല്ലോണം ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാം. ഇതിൽ തന്നെ ഇപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചെയ്തിട്ട് ഉണ്ടോ നോക്കിക്കോളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇനി ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ കിട്ടും. അത് ചെയ്താൽ മാത്രം മതി. 5 - 10 + 6 കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക. ഇതും കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കാം. അല്ല മൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഫൈനൽ ആൻസർ എഴുതാം. ഇത്രയേ ഉള്ളൂ. ഇതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ ആൻസർ. ഓക്കെ, ചെയ്ത് നോക്കുക.